Monday. രഞ്ജിനി പറയുന്നത് തികച്ചും ന്യായമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ രഞ്ജിനിയും ഇതുപോലെ രഞ്ജിനിയും ഒരു സംഘവും ഹൈലി കോൺഫിഡൻഷ്യലായ ഒരു കുറെ കാര്യങ്ങൾ പറയുന്നു. ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് അറിയാനുള്ള 100% അവകാശം രഞ്ജിനിക്കുണ്ട്. കോടതിയിലേക്ക് പോകുന്നു, കോടതി സ്റ്റേ കൊടുക്കുന്നില്ല. സർക്കാരിന് തീരുമാനിക്കാം രഞ്ജിനിയുടെ വാക്ക് കേട്ടുകൊണ്ട് തടഞ്ഞു വെക്കണോ പുറത്തേക്കണോ സർക്കാർ തീരുമാനിക്കാം. സർക്കാർ തീരുമാനിക്കുന്നത് സ്റ്റേ ഇല്ലെങ്കിലും തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിൽ കുറ്റം രഞ്ജിനിക്കാണോ സർക്കാരിനാണോ ശ്രീ ബൈജു കൊട്ടരക്കര? ഇതിനകത്ത് രഞ്ജിനി പറഞ്ഞതിനകത്ത് 2-3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക. അതായത് രഞ്ജിനി പറഞ്ഞത് രഞ്ജിനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, ശരിയാണ്. ഈ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. കോടതിയിൽ പോകാനും മൊഴി കൊടുക്കാനും ആ മൊഴി തിരിച്ചു പറയാനും തിരുത്തി പറയാനും ഒക്കെയുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. രഞ്ജിനിയും മൊഴി കൊടുത്തു. രഞ്ജിനിയെ പോലെ ഒരുപാട് ആളുകൾ മൊഴി കൊടുത്തു. സാധാരണ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ പോലും ആ പരാതി മൊഴി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുമ്പോൾ ആ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ മൊഴി വായിച്ച് കേട്ട് നമുക്ക് സൈൻ ചെയ്ത് കൊടുത്തിട്ട് പോരാ. ഇൻ കേസ് ആ മൊഴി വായിച്ച് കേൾപ്പിക്കുമില്ലെങ്കിൽ ആ SI പോലും. ഇവിടെ രഞ്ജിനി മൊഴി കൊടുത്ത സമയത്ത് രഞ്ജിനിയുടെ മൊഴി എന്താണെന്ന് അറിയാനുള്ള അവകാശം രഞ്ജിനിക്കുണ്ടായിരുന്നു. അത് ഈ 5 വർഷം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടായിരുന്നു. 2019 മുതൽ ഇത്രയും കാലം, സർക്കാർ സമർപ്പിച്ച കാലം മുതൽ ഇത്രയും കാലം രഞ്ജിനിക്ക് ആ മൊഴി ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് എന്ന് രേഖാമൂലം അവിടെ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കമ്മിറ്റിയുടെ നിന്ന് കേൾക്കാമായിരുന്നു. അത് ഇതേവരെയും ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിലും അറിയാത്ത നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പോലും അറിയാത്ത സജീവന്തയുടെ അദ്ദേഹത്തിന് അറിയാം. നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ പോലും ഒരു വലിയ അധികമായി വരാത്ത ഒരു മനുഷ്യൻ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ് ആകെ ചെയ്ത 2 പടമാണ്. ഒരു തമ്പുരാട്ടി എന്ന് പറയുന്ന സിനിമ, അതാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമ ചെയ്ത ആരോരും അറിയാത്ത ഈ സജിമോൻ പാറയിൽ തനിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിൽ പോയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു? പിന്നെ രഞ്ജിനി ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറഞ്ഞു. രഞ്ജിനി ആദ്യം സൂചിപ്പിച്ചു, പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടെയല്ല, ചില യൂണിയന്റെ പിൻബലമൊക്കെ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ആ യൂണിയന്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ രഞ്ജിനി ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടു. രഞ്ജിനി തമിഴ് കലർന്ന മലയാളമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് എല്ലാവർക്കും അത് മനസ്സിലായി കാണണമെന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഏത് യൂണിയനാണ് രഞ്ജിനിയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് രഞ്ജിനി തുറന്നു പറയണം. രണ്ടാമത്തെ കാര്യം, ഈ 5 വർഷക്കാലത്തോളം നമ്മൾ ഓരോരുത്തരും മുടക്കിയ നികുതി കൊണ്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് മാത്രമല്ല, അതിനകത്ത് ഞാനൊക്കെ അറിഞ്ഞിടത്തോളം ഈ വിഷയത്തിൽ ഏതെങ്കിലും യൂണിയൻ ഇടപെട്ട് പ്രേരിപ്പിച്ചു എന്നല്ല രഞ്ജിനി പറഞ്ഞത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ കാലത്തെ കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതല്ലാതെ ഈ സമയത്ത് രഞ്ജിനിയോട് ആരും അങ്ങനെ പ്രേരിപ്പിച്ചത് പറഞ്ഞില്ല. ഇല്ല, ഞാനും പ്രേരിപ്പിച്ചെന്നല്ല പറഞ്ഞത്. രഞ്ജിനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ആ യൂണിയൻ ഏതാണെന്ന് രഞ്ജിനി ഒന്ന് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ യൂണിയന്റെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും പ്രേരിപ്പിച്ചോ? അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എങ്ങനെ ഇത് അറിയാൻ താല്പര്യമുണ്ടോ അതുപോലെ തന്നെയുള്ള അവകാശം മാത്രമേ രഞ്ജിനിക്കുമുള്ളൂ. രഞ്ജിനിയുടെ മൊഴി വേണമെങ്കിൽ നേരത്തെ കേൾക്കാമായിരുന്നു, അല്ലെങ്കിൽ രഞ്ജിനിക്ക് എടുത്ത് കേൾക്കാമായിരുന്നു. അല്ലാതെ മുഴുവൻ റിപ്പോർട്ടും ഒരു മൊഴി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ രഞ്ജിനി അത് കേട്ടിട്ട്, ഞാൻ ചോദിക്കട്ടെ, രഞ്ജിനിക്ക് നാളെ ഈ മൊഴി മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ രഞ്ജിനി ഇത് ചോർത്തില്ല എന്നെന്താണ് ഉറപ്പ്? രഞ്ജിനി ആരെങ്കിലും ഇത് പ്രലോഭിപ്പിച്ചാണ് ഇത് ചെയ്തതെങ്കിലോ? ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഹാഷ്മി ഒരു കാര്യം തുറന്നു പറയാം, അതിനകത്ത് അതായത് മലയാള സിനിമയിലെ 15ഓളം ആളുകളുടെ പേരുകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 15ഓളം ആളുകളുടെ പേരുകൾ, അതും പ്രശസ്തരായ 15ഓളം ആളുകളുടെ പേരുകൾ. ഞാൻ ആ പേരുകൾ പുറത്തു പറയുന്നില്ല. ഇത് പുറത്തു വന്നാലും ഇല്ലെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് പുറത്തു വന്നിരിക്കും, അവരുടെ പേരുകൾ പുറത്തു വന്നിരിക്കും. ഈ പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുത്. ഇനി പേര് പറയരുതെന്ന് കോടതി പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പോലും ഈ പേരുകൾ മറച്ചു വെച്ചാലും അതിൻ്റെ സമയവും സന്ദർഭവും ഷൂട്ടിംഗ് ലൊക്കേഷനും ഒക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ 101% അവ സിനിമയിലുള്ള ആളുകൾക്കെങ്കിലും മനസ്സിലാകും. സജീവ് നന്ദിയാട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ കേരളത്തിൽ ഏത് ലൊക്കേഷനിൽ എന്ത് നടന്നാലും ആ സമയവും സാഹചര്യവും ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞാലും തീർച്ചയായും ആ ലൊക്കേഷനിൽ നടന്ന കാര്യം സ്വന്തം വീട്ടിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പാട്ടാണ് സിനിമയിൽ. അപ്പോൾ അത് ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് ഇതൊരു തടയിടാൻ ഒരു ശ്രമം ഒരു കൂട്ടർ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതിന് തന്നെയാണ് ആദ്യം ഈ സജിമോൻ പാറയിലെ കൊണ്ടൊരു ഹർജി കൊടുപ്പിച്ചതും അത് നീട്ടിക്കൊണ്ടുപോയതും ഏറ്റവും അവസാന നിമിഷം ഈ പാവപ്പെട്ട രഞ്ജിനിയെ കൊണ്ടുവന്നിട്ട് രഞ്ജിനി ഇതിനകത്തൊരു മൊഴി കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും നല്ല വക്കീൽ പറഞ്ഞു കൊടുത്താണ്, താങ്കൾ മൊഴി കൊടുത്തല്ലോ, അപ്പോൾ ഒരു ഹർജി ഫയൽ ചെയ്യൂ, അതൊന്ന് സ്റ്റേ ചെയ്ത് കിട്ടട്ടെ. സർക്കാർ
സർക്കാർ കാണിക്കുന്നത്. ബൈജു കൊട്ടാരക്കാരെ, ദാറ്റ് ഇസ് വെരി ബാഡ്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ. ഐ എം നോട്ട് എ മൗത്ത് പീസ് ഓഫ് എനി വൺ. ഞാൻ നന്ദി പറയുന്നത് ഗവൺമെന്റിന് വേണ്ടിയാണ്. കാരണം ഞാൻ എന്റെ പരാതി പോയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഗവൺമെന്റിന് അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ, കുറച്ച് ക്ഷമ വേണ്ടേ? ഓക്കെ, ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ പേർപ്പസ്ലി ഞാൻ പോയി ഞാൻ ഒന്നും പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ റിലൈ ചെയ്തത് WCC വുഡ് ഹാവ് ആസ്ക്ഡ്, ഇത് ഇങ്ങനെ നമ്മൾക്ക് കൺസെൻറ്റ് ഉണ്ടായിരുന്നല്ലേ, നമുക്കൊരു റിപ്പോർട്ട് അവർ ചോദിക്കുന്ന കോടതിയിൽ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചു ഇത്ര വർഷം. അതില്ലാണ്ട് വുമൻ കമ്മീഷനും അത് തന്നെ ചെയ്തിരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചു. ബിക്കോസ് വുമൻ കമ്മീഷൻ എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത്, എല്ലാ ലേഡീസിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നപ്പോൾ അവരും അത് തന്നെ ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലെയാണ് എനിക്ക് അറിയുന്നത്, ഈ പ്രീവിയസ് പ്രൊഡ്യൂസറിൻ്റെ ഓർഡറിലെയാണ് വരുന്നത്, ഇങ്ങനെ ആരും ഇത് ചോദിച്ചില്ലാന്ന്. അപ്പോഴാണ് ഞാൻ പാനിക്കായത്, ഇതുവരെ ആരും ചോദിച്ചില്ലേന്ന്. അത് കാരണം കൊണ്ടാണ് ഞാൻ 11th hour പോയി ഞാൻ ഈ പരാതി കൊടുത്തത്. ബിക്കോസ് ഐ ഹാവ് ടു എക്സസൈസ് മൈ റൈറ്റ്. ബിക്കോസ് ഇതുവരെ ആരും ചോദിച്ചില്ലാതെ പറഞ്ഞതിന്റെ ഒരു കാതൽ ഇപ്പൊ നേരത്തെ WCC തന്നെയുള്ള ഒരു നേരത്തെ പറഞ്ഞിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? I will just complete. No, I will. Please. I will just complete this. എന്താണ്, ബിക്കോസ് ഈ ഗവൺമെൻറ് ഇങ്ങനെ ആരും നോൺസെൻസ് ആയിട്ട് സംസാരിക്കരുത് കേട്ടോ. ബിക്കോസ് ഇത് എന്തോ ഞാൻ കേട്ടപ്പോഴാണ് ഇങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇതെല്ലാം നോൺസെൻസ് ആണ്. ഞാൻ എൻ്റെ ആസ് എ സിറ്റിസൺ ഐ എക്സസൈസ് മൈ റൈറ്റ്. ആൻഡ് അത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എൻ്റെ പെറ്റീഷൻ കണ്ടിട്ടാണ് അവരും ഓക്കെ കേസ് മൺഡേ വരുന്നുള്ള ഹിയറിംഗ് മൺഡേ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മൺഡേ വരെക്കും കേൾക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ അവർ ചെയ്തത്. ആ ഗവൺമെൻറ് ചെയ്തത് നല്ല കാര്യമല്ലേ, അതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ, ഞാൻ ഗവൺമെൻറ് എന്നെ തൂത് വിട്ടോ അങ്ങനെ? ദാറ്റ് ഈസ് വെരി റോങ്. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത് ഇന്ന്. ഈ കാര്യത്തിൽ എന്റെ വാദം ഇന്ന് വെയിറ്റ് ചെയ്യുന്നില്ലേ? താങ്കൾ പറഞ്ഞതോ ഞാൻ പറഞ്ഞത് ടു ബാഡ് എന്ന് പറഞ്ഞു. I am telling the right. I am telling right. Yes. Absolutely. No, you're not telling the right. You're not a judge. You're not a judge. You're not telling right. You're talking about nonsense. Okay. ഞാൻ രഞ്ജിനിക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. താങ്ക് യു രഞ്ജിനി. സജി നന്ദിയാട്ട്. Why not? Yeah.